സോറി നന്ദു, ഞാനിപ്പോൾ നിന്നോട് ചെയ്യുന്നത് ശരിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്ക് എൻ്റെ മുമ്പിൽ ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ അങ്ങനെ എനിക്ക് വിട്ടുകളയാൻ പറ്റുമോ? മറ്റാരും നിന്നെ സ്വന്താക്കുന്നത് എനിക്ക് സഹിക്കില്ല. നിന്നെ എനിക്ക് വേണം. അവൻ്റെ വാക്കുകൾ കേട്ട് നന്ദു ആകെ പേടിച്ചു. അവക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അങ്ങനൊരു ഫോൺ വന്നപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ എടുത്തടി പോരാൻ തോന്നിയ ആ നിമിഷത്തെ അവൾ ശപിച്ചു. ഒന്നനങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു. അവൻ അവളുടെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു. അവളുടെ കണ്ണിൽ കാണുന്ന ദയനീയ ഭാവം കാണുമ്പോൾ അവൻ അവളിലേക്ക് ചേരാൻ വീണ്ടും വീണ്ടും കൊതി തോന്നി. ഞാൻ ഈ ചെയ്യുന്നത് എന്റെ ശരികളാണ് നന്ദു. അവിടെ നിന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒന്നും ഞാൻ നോക്കുന്നില്ല. അത്രയും പറഞ്ഞ് അവൾക്ക് ഒന്ന് ആലോചിക്കാൻ സമയം കൊടുക്കുന്നതിന് മുമ്പേ അവൻ അവളുടെ അതിരങ്ങൾ സ്വന്തമാക്കിയിരുന്നു. ഒരുതരം ഭ്രാന്തമായ ആവേശത്തോടെ അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കുഞ്ഞു ശരീരം അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിപ്പോയി. അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ അങ്ങിങ്ങായി ഓടി നടന്നു. അപ്പോഴും അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചില്ല. ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ കണ്ണുനീർ വാർത്ത് അവൾ അവിടെ കിടന്നു. അവന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവൻ അവളുടെ മുകളിൽ നിന്നും മാറി അവളെ തന്നെ നോക്കിയിരുന്നു. അവൾ കണ്ണടച്ച് കിടക്കുമായിരുന്നു. കൺകോണിൽ കൂടി മിഴിനീർ ചാലിട്ടൊഴുകുന്നത് അവൻ കണ്ടു. അതവനിൽ വീണ്ടും ആവേശം ഉണർത്തി. അവൻ അവളുടെ മേൽ വീണ്ടും അമർന്നു. അവളുടെ കണ്ണുനീരിനെ അവന്റെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു. അവന്റെ ഓരോ പ്രവൃത്തിയിലും അവക്കവനുള്ള ദേഷ്യം കൂടുകയല്ലാതെ ഒട്ടും കുറഞ്ഞില്ല. അവന്റെ കൈ പതിയുന്ന ഓരോ സ്ഥലവും അവക്ക് ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി. അവൻ അവളെ വീണ്ടും വീണ്ടും ചുംബനം കൊണ്ട് മൂടാൻ തുടങ്ങി. അപ്പോഴും അവക്കവനോട് വെറുപ്പ് തന്നെയായിരുന്നു. തന്റെ അനുവാദമില്ലാതെ അവളുടെ ശരീരം കീഴ്പ്പെടുത്താൻ നോക്കുന്ന അവനോട് അവക്ക് വെറുപ്പിനോടൊപ്പം അറപ്പും തോന്നി. അവൻ പതിയെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവിടെ കടിച്ചിരുന്നു. വേദന എടുത്തിട്ടും ഒന്നനങ്ങാൻ പോലും അവക്ക് കഴിഞ്ഞില്ല. അവൻ കടിച്ചിടം ചുംബനം കൊണ്ട് മൂടിയവൻ. അറിയാം നന്ദു, നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താണ്? ഇപ്പോഴും നിനക്കെന്നോട് ദേഷ്യം തന്നെയാണ്. മുൻപത്തേക്ക് അത് കൂടിയിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും എനിക്കിപ്പോൾ പ്രശ്നമല്ല. എനിക്ക് നിന്നെ വേണം. ആദ്യമൊക്കെ എനിക്ക് നിന്നോട് ദേഷ്യമായിരുന്നു. പക്ഷേ എപ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. ഞാനുള്ളപ്പോൾ അവനാണ് നിന്നെ സ്വന്തമാക്കാൻ? ഇല്ല, ഞാനത് സമ്മതിക്കില്ല. നീ എൻ്റെയാണ്. നന്ദനയ്ക്ക് ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഈ വിശാലിൻ്റെ ഒപ്പമായിരിക്കും. അത്രയും പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഇല്ല, ഞാനെന്നും എൻ്റെ ദേവേട്ടൻ്റെ മാത്രമായിരിക്കും. എൻ്റെ മനസ്സിലെന്നും എൻ്റെ ദേവേട്ടൻ മാത്രമേ ഉള്ളൂ. എനിക്കറിയാം എനിക്കിന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന്. ഇവിടെ ഇപ്പോൾ എൻ്റെ ജീവിതം തീരാൻ പോവാണെന്ന്. പക്ഷേ ഒരിക്കലും ഞാൻ നിന്റെ ഒപ്പം ജീവിക്കുമെന്ന് നീ കരുതണ്ട. നിനക്കിപ്പോൾ എൻ്റെ ശരീരം മാത്രമേ സ്വന്തമാക്കാൻ കഴിയൂ. പക്ഷേ എൻ്റെ മനസ്സതെന്നും എൻ്റെ ദേവേട്ടന് മാത്രമായിരിക്കും. ഞാനെന്നും എൻ്റെ ദേവേട്ടൻ്റെ മാത്രം നന്ദുവാണ്. അതും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അവളുടെ വയറിൽ അവൻ്റെ കൈകൾ മുറുകുന്നതറിഞ്ഞപ്പോൾ അപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നുണർന്നത്. അവൻ്റെ കൈകൾ മുറുകുന്നതനുസരിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു. ഒരുതരം ഭ്രാന്തായിരുന്നു അവൻ അന്നേരം അവളോട്. പതിയെ പതിയെ അവൾ നഗ്നയാവുന്നത് അവൾ അറിഞ്ഞു. അപ്പോഴും തോരാതെ അവളുടെ കണ്ണു നിറഞ്ഞുകൊണ്ടിരുന്നു. അവൾക്ക് അവളുടെ ശരീരത്തോട് തന്നെ അറപ്പ് തോന്നി. അവൻ അവളിലേക്ക് പടർന്ന് കയറാൻ തുടങ്ങി. ശരീരത്തെക്കാളും അവളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചു. അവളുടെ ശരീരത്തിൽ അവൻ ഏൽപ്പിക്കുന്ന മുറിവുകളേക്കാൾ അവളുടെ മനസ്സിനാണ് മുറിവേറ്റത്. കുറച്ചു കഴിഞ്ഞ് അവൻ അവളുടെ ശരീരത്തിലേക്ക് തന്നെ തളർന്നു കിടന്നു. തന്റെ ദേഹത്തെ പറ്റിക്കിടക്കുന്ന അവനെ കൊല്ലാനുള്ള ദേഷ്യം അവക്കുണ്ടായിരുന്നു. താൻ ആഗ്രഹിച്ചത് സ്വന്തമാക്കിയ നിർവൃതിയോടെ അവൻ അവളോട് ചേർന്ന് കിടന്നു. അവക്ക് എങ്ങനെയും അവനെ ദേഹത്തു നിന്നും തള്ളി മാറ്റണം തോന്നി. പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയിൽ അവൻ അവനെ പിടിച്ച് പുറകോട്ടേക്ക് തള്ളി. ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കായതിനാൽ അവനും അവളും ഒരുപോലെ ഞെട്ടി. അവൻ കട്ടിൽ നിന്നും താഴേക്ക് വീണു.
അവൾ വേഗം തന്നെ എഴുന്നേറ്റിരുന്ന് അടുത്ത് കിടന്ന് പുതപ്പെടുത്ത് ദേഹം മറച്ചു. ഇനി ആരെ കാണാതിരിക്കാനാടി നീ ഇതൊക്കെ മറച്ചു പിടിക്കുന്നേ? കാണേണ്ടതൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ നീ എനിക്ക് സ്വന്തമാണ്. നീ ഇപ്പോ ഞാൻ ചവച്ചു തുപ്പിയ വെറും എച്ചില് മാത്രമാ. ഇനി നിന്നെ നിന്റെ ദേവൻ പോലും തിരിഞ്ഞു നോക്കില്ല. ഇവിടെ നടന്നതൊക്കെ അറിഞ്ഞ അവൻ നിന്നെ ആട്ടിപ്പായിക്കും. അവൻ അവളെ നോക്കി വശ്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് വിശാലെന്ന ചെറ്റയല്ല, അത് ദേവജിത്താണ്, എന്റെ ദേവേട്ടൻ. നിന്നെ പോലെ നട്ടലില്ലാത്തവനല്ല. നേരായ മാർഗത്തിൽ കൂടെ എന്നെ സ്വന്താക്കാൻ നിനക്ക് കഴിയില്ലെന്ന് ഉറപ്പായതുകൊണ്ടല്ലേ നീ ഇങ്ങനൊരു മാർഗം ഉപയോഗിച്ചത്. പക്ഷേ എന്റെ ശരീരം മാത്രമേ നിനക്ക് സ്വന്താക്കാൻ കഴിയുള്ളൂ. എന്റെ മനസ്സ് അവിടെയാ ഇപ്പോഴും എന്റെ ദേവേട്ടന് തന്നെയാണ്. ഇനിയെന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരിക്കലും അവിടെ നിനക്ക് സ്ഥാനം കിട്ടില്ല. നിന്നോട് എനിക്കുണ്ടായ ദേഷ്യവും വെറുപ്പും അത് നേരത്തെക്കാളും 10 മടങ്ങ് കൂടിയിട്ടേ ഉള്ളൂ. ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. ഇനി അത് കുറയൂല്ല. പറഞ്ഞു തീർന്നതും അവന്റെ കൈ അവളുടെ മുഖത്ത് പതിച്ചിരുന്നു. അവളുടെ ചുണ്ട് പൊട്ടി ചോര വന്നു. ചീ, നിർത്തടി. അവളുടെ ഒരു ദേവേട്ടൻ. അവൻ എന്താണ് ഇതിന് മാത്രം പ്രത്യേകത? എനിക്കുള്ളൊക്കെ തന്നെയല്ലോ അവനുള്ളൂ. നീ ചെവി തുറന്ന് കേട്ടോ, നിനക്കിനി ഒരിക്കലും അവനെ കിട്ടാൻ പോകുന്നില്ല. നീ ജീവിക്കും ഈ എന്റെ കൂടെ. ദേവനെ അവന് ഞാൻ വേണിക്ക് കൊടുക്കാന്ന് വാക്ക് കൊടുത്തു. അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും നീ ഉപേക്ഷിക്കണം. ഇല്ലെങ്കിൽ നിനക്കറിയാലോ, നിന്റെ ദേവു, അവളുടെ ജീവിതം ഇപ്പൊ എന്റെ കയ്യിലാണ്. അവളുടെ മാത്രമല്ല നിന്റെയും. ദേ, നീ അങ്ങോട്ടേക്ക് നോക്കിയേ. അവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയപ്പോ അവൾ കണ്ടു, ഫ്ലവർ വൈസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് ക്യാമറയാണ്. കണ്ടോ, കുറച്ചു മുമ്പ് ഈ മുറിയിൽ നടന്നെല്ലാം നല്ല വെടിപ്പായിട്ട് അതിൽ കിട്ടിയിട്ടുണ്ട്. നിന്റെ ദേവുവിന്റെ വീഡിയോടൊപ്പം ഞാൻ അതുകൂടി അങ്ങ് അപ്ലോഡ് ചെയ്യും. പിന്നെ നിനക്കവക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. പിന്നെ നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ദേവുവിന്റെ വീഡിയോ ഉണ്ടെന്ന് കള്ളം പറയാവുന്ന്. പക്ഷേ അതല്ല, സത്യമായിട്ടും എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, നിനക്ക് കാണണോ? അവൻ അതും പറഞ്ഞ് ടേബിളിൽ നിന്നും ഫോൺ എടുത്ത് നന്ദുവിനെ കാണിച്ചു. അത് കണ്ട് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അവർ ടൂറ് പോയെന്ന് അന്ന് എടുത്തതാണ് എന്ന് അവൾക്ക് മനസ്സിലായി. കണ്ടോ, ഇപ്പൊ മനസ്സിലായോ നിനക്ക് ഞാൻ പറഞ്ഞത് കള്ളമല്ലെന്ന്? എനിക്കറിയാം നിനക്ക് എന്ത് പറ്റിയാലും നീ അത് സഹിക്കും. പക്ഷെ ദേവു, അവക്ക് എന്തെങ്കിലും പറ്റിയാ നീ നോക്കി നിൽക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അതല്ലേ ഞാൻ ഇതൊരായുധാക്കിയത് നിന്നെ നേടാൻ. അപ്പൊ എങ്ങനെയാ, ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നോ അതോ? ഞാൻ പറയുന്നത് പോലെ എല്ലാം കേട്ടോളാം. വെരി ഗുഡ്. എനിക്കറിയാം നീ ഇങ്ങനെ പറയൂന്ന്. നിനക്ക് നിന്റെ ദേവേട്ടനെ എത്രമാത്രം ഇഷ്ടമാണോ അതേ കൂടുതൽ നിനക്ക് ദേവുവിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോ നീ ദേവനേക്കാൾ പ്രാധാന്യം നിന്റെ ദേവുവിന് കൊടുക്കുന്നു എന്നെനിക്കറിയായിരുന്നു. അപ്പോ പറഞ്ഞതുപോലെ നീ തന്നെ അവനുമായിട്ടുള്ള കല്യാണത്തിൽ നിന്നും പിന്മാറണം. എന്നിട്ട് വേണിയായിട്ടുള്ള കല്യാണത്തിന് മുൻകൈ എടുക്കണം. അങ്ങനെ നടന്നാ നിന്റെ ദേവുവിന്റെ ജീവിതം സേഫ് ആയിരിക്കും. മറിച്ചെന്തെങ്കിലും നടന്ന പിന്നെ നീ അവളെ ജീവനോടെ കാണില്ല, കാണിക്കില്ല ഞാൻ. ആദ്യം കുറച്ച് മായത്തിലും പിന്നെ ഭീഷണി സ്വരത്തിലുമാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത് കേട്ട് നന്ദു നല്ലതുപോലെ പേടിച്ചു. ഡി, ആലോചനയ്ക്ക് ഇനി വീട്ടിൽ പോയിട്ട് മതി. ദാ അവിടെ വാഷ്റൂം, പോയിന്ന് ഫ്രഷ് ആയിട്ട് വന്നാ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. ഇനിയിപ്പോ നീ ഇവിടെ തന്നെ നിന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലാട്ടോ. അവളെ നോക്കി കീഴ്ച്ചുണ്ട് കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവളെ നോക്കിയിട്ട് അവൻ പുറത്തേക്ക് പോയി. അവൾ പതിയെ എഴുന്നേറ്റ് പുതപ്പ് ചുറ്റി നിലത്ത് കിടന്നിരുന്ന അവളെ ഡ്രസ്സുമായി വാഷ്റൂമിലേക്ക് കയറി. അവളെ ഇഞ്ചെക്ട് ചെയ്ത ഡ്രഗ്സിന്റെ എഫക്റ്റ് കൊണ്ട് അവൾക്ക് നേരെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പതിയെ പിടിച്ച് അവൾ ബാത്റൂമിലേക്ക് കയറി. ഷവർ തുറന്ന് അതിനിടയിൽ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുനീർ കൂടെ വെള്ളത്തിനോടൊപ്പം ഒഴുകിയിറങ്ങി. ശരീരത്തിലെ നീറ്റലിനേക്കാൾ അവളുടെ മനസ്സ് നേർന്നത് അവൾ അറിഞ്ഞു. കുറെ നേരം അവൾ അങ്ങനെ തന്നെ നിന്നു. പിന്നെ ഫ്രഷായി ഡ്രസ്സ് മാറി പുറത്തേക്ക് ചെല്ലുമ്പോ വിശാൽ ബെഡിലിരിക്കുന്നത് കണ്ടു. അപ്പൊ നിനക്ക് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ?
എടുത്തു ചാടി മണ്ടത്തിലൊന്നും കാണിക്കാൻ നിൽക്കരുത്. എന്തെങ്കിലും ചെയ്യാൻ തോന്നുവാണെങ്കിൽ നീ നിന്റെ ദേവുവിനെ മറന്നിട്ടാവണം. ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലൊക്കെ ചെയ്തോളാം. ദേവു, അവളൊന്നും ചെയ്യരുത് പ്ലീസ്. അയ്യോ, എന്റെ നന്ദു കരയുവാണോ? വേണ്ടാട്ടോ, നിന്റെ ദേവുവിനെ ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞതുപോലെ നീ ആ ദേവനെ അങ്ങ് മറന്നേക്കണം. അതുപോലെ അവനെ വേണിയായിട്ടുള്ള കല്യാണത്തിന് നിർബന്ധിക്കണം. അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ നീ എൻ്റെ കൂടെ വരണം. എനിക്ക് നിന്നെ എന്നും സ്നേഹിച്ച് നിന്റെ കൂടെ ജീവിക്കണം. അവൻ അവളുടെ അടുത്തേക്ക് വന്നോണ്ട് പറഞ്ഞു. അവൻ അടുത്ത് വരുംതോറും അവക്കവനെ കൊന്നു കളഞ്ഞാലോ എന്ന് വരെ തോന്നി. എനിക്കറിയാം നിന്റെ മനസ്സിലിപ്പോ എന്താന്ന്. സാരമില്ല, എല്ലാം ഞാൻ മാറ്റിയെടുത്തോളാം. തലക്കാലം നീ വാ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. നീ എന്തു പറഞ്ഞിട്ടാ വന്നെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ തിരിച്ചു ചെന്നിട്ട് ഇവിടെ നടന്ന ഒന്നും പറയാൻ നിൽക്കരുത്. അതും പറഞ്ഞ് അവൻ മുമ്പേ നടന്നു. അവൾ പതിയെ അവന്റെ പുറകെ പുറത്തൂടെ നടന്നു. താഴെ എത്തിയപ്പോ കാറിലിരിക്കുന്ന വേണിയെ കണ്ട് അവൾക്ക് ഇതുവരെ തോന്നാത്ത ദേഷ്യം അവളോട് തോന്നി. നന്ദുവിനെ കണ്ട് അവൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആഹാ, എന്താ നന്ദു മുഖൊക്കെ വല്ലാതെ? എന്താ നിനക്ക് ഇവനെ ഇഷ്ടമായില്ലേ? വിശാലിനെ ചൂണ്ടി അവൾ ചോദിച്ചു. അവളുടെ പരിഹാസം കലർന്ന സംസാരം കേട്ട് അവൾ ഒന്നും മിണ്ടാൻ നിന്നു. എന്താടി, നിനക്കൊന്നും പറയാനില്ലേ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ദേവേട്ടൻ എന്റെയാണ്. മര്യാദയ്ക്ക് നീ എന്റെ ദേവേട്ടന്റെ കല്യാണം നടത്തി തന്നോണം. എല്ലാവരെയും കൊണ്ട് നീ അത് സമ്മതിപ്പിക്കുകയും വേണം. അതല്ല, മറിച്ചെന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ പിന്നെന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറയണ്ടല്ലോ. എന്ത് വേണി ഇത്? അവളെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ അവള് കേൾക്കും. അതെ, അവള് കേൾക്കൂ. ഇനി നീ ഓരോന്ന് പറഞ്ഞ് അവളെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. എന്നാ ഇവക്ക് കൊള്ളാം. അതും പറഞ്ഞ് വേണി കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. വിശാൽ നന്ദുവിന് വേണ്ടി ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. അവൾ അതിൽ കയറിയിരുന്നു. വിശാൽ, എനിക്ക് ആ 2 വീഡിയോസും വേണം. കാർ ഡ്രൈവ് ചെയ്യുന്ന വിശാലിനെ നോക്കി വേണി പറഞ്ഞു. പക്ഷേ അവനത് കേട്ട ഭാവം നടിച്ചില്ല. വിശാൽ, ഞാൻ പറഞ്ഞത് അത് രണ്ടും എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് തന്നെ ഉണ്ടാവും. എൻ്റെ കയ്യിൽ നിന്നും നിനക്കത് കിട്ടുമെന്ന് കരുതണ്ട. നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് നടന്നു കിട്ടും. അത് പോരെ നിനക്ക്. അതിൽ കൂടുതൽ ഒന്നും നീ ചിന്തിക്കണ്ട. അവൾ പറഞ്ഞു വന്നിട്ട് തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അവളൊന്നും മിണ്ടാൻ നിന്നില്ല. അവൻ ദേവന്റെ വീടിന്റെ മുമ്പിലായി കാർ നിർത്തി. നന്ദുവിനെ ഒന്ന് നോക്കിയിട്ട് കാറിൽ നിന്നിറങ്ങി. നന്ദു, അപ്പോ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറയണമെന്നില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇനി ദേവേട്ടൻ എന്നെ തന്നെ വേണമെന്ന് എത്ര വട്ടം പറഞ്ഞാലും ഞാൻ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പോവില്ല. കാരണം നിന്നെപ്പോലൊരുത്തൻ തൊട്ട ഈ ശരീരം പോലും ദേവേട്ടൻ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത്രയും വെറുപ്പാണ്, അറപ്പാണ് എനിക്ക് നിന്നോട്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ദേവേട്ടൻ്റെയും വേണിയുടെ കല്യാണം നടക്കും. അത് നിങ്ങളെ പേടിച്ചിട്ടല്ല. എനിക്ക് എൻ്റെ ദേവുവിൻ്റെ ജീവിതം നശിക്കുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ടാ. എന്ന് കരുതി നീ വിചാരിക്കുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ജീവിക്കും എന്നോ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നീ കരുതണ്ട. ജീവൻ പോയാലും അങ്ങനൊന്നും ഉണ്ടാവില്ല. അത്രയും പറഞ്ഞ് അവർക്ക് മറുത്തൊന്നും പറയാൻ സമയം കൊടുക്കാതെ അവരെ നോക്കിയിട്ട് അവൾ വീട്ടിലേക്ക് നടന്നു. ഇത്രയ്ക്കായിട്ടും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല വിശാൽ. അതൊക്കെ നമുക്ക് കുറയ്ക്കാടോ. എന്തായാലും നിന്റെയും ദേവന്റെ കല്യാണം അവൾ നടത്തും. ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. നിനക്ക് അവൾ വിശ്വസിക്കാം. അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നും കാർ എടുത്തു. എനിക്ക് ദേവേട്ടനെ എങ്ങനെങ്കിലും സ്വന്തമാക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ടാ ഞാൻ അവനെ പോയി കണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്. പറഞ്ഞു കഴിഞ്ഞതും അവളുടെ മുഖത്ത് ഒരു കൈവന്ന് പതിഞ്ഞിരുന്നു. അവിടെ നിന്നവരെല്ലാവരും ആദ്യം ഒന്ന് ഞെട്ടി. വേണിക്ക് മുഖം ആകെ പുകയാൻ തുടങ്ങി. അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ തന്നെ കണ്ടു, ചുട്ടരിക്കാനുള്ള ദേഷ്യവുമായി നിൽക്കുന്ന ദേവുവിനെ കണ്ടു. ഇത്രക്ക് കാണിച്ചു കൂട്ടിയിട്ടല്ലേടി നീ എല്ലാവരുടെയും മുന്നിൽ നല്ലവളായി നടന്നത്? എന്നിട്ട് അവളൊരു ത്യാഗവും. ദേവേട്ടന് നന്ദുവിനെയാണ് ഇഷ്ടച്ചാ എങ്കിൽ അത് നടക്കട്ടെ എന്ന്. എങ്ങനെ തോന്നിയടി നിനക്ക് നന്ദുവിനോട് ഇങ്ങനെ ചെയ്യാൻ?
അവൾ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? നിലത്ത് കിടന്ന വേണിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവളെ മറു കവിളിലും കൊടുത്തു. അവക്ക് മതി വരുവോളം വേണിയുടെ ചെകിടത്തേക്ക് നോക്കി കൊടുത്തോണ്ടിരുന്നു. ഒടുവിൽ ബാലൻ വന്ന് പിടിച്ചു മാറ്റിയപ്പോഴാ അവൾ അടി നിർത്തിയത്. നമ്മൾ എത്രയൊക്കെ ചോദിച്ചിട്ടും നന്ദു ഒന്നും തന്നെ തുറന്നു പറഞ്ഞില്ല. പിന്നെ നീ ഇതെങ്ങനെ അറിഞ്ഞു മോനെ? ബാലൻ ദേവനോട് ചോദിച്ചു. ഞാനാ അവനോടെല്ലാം പറഞ്ഞത്. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.